നമ്മുടെ ക്ലിനിക്കിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന എന്ന് വെച്ചാൽ ഒരു 10-ൽ 4 പേർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഫാറ്റി ലിവർ എന്നത്. ഇപ്പോൾ കോമൺ ആയിട്ട് ഈ ഫാറ്റി ലിവറിൻ്റെ പ്രശ്നങ്ങൾ എല്ലാവർക്കും വരുന്നുണ്ട് എന്നുള്ളത് എന്ന് വെച്ചാൽ യങ് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ഫാറ്റി ലിവർ വരാൻ നമുക്ക് ഈ മദ്യപാനവും പുകവലിയും മാത്രമാണോ കാരണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഭക്ഷണ രീതിയോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലോ അതിനെ ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് തന്നെയാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫാറ്റി ലിവർ വരാതിരിക്കാനായിട്ട് തടയണം എന്നുള്ളതും അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ളതും, നിങ്ങൾക്ക് ഫാറ്റി ലിവർ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ കാര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അനഘ സുരേന്ദ്രൻ, ഡോക്ടർ ഹിബ സരോവിയ ഹോമിയോപ്പതി ക്ലിനിക്, പെരിന്തൽമണ്ണ. ഫാറ്റി ലിവർ എന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പല ആളുകൾക്കും കണ്ടുവരുന്ന ഒരു അസുഖമാണ്. പല ആളുകളും വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നത്തിന് സ്കാൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകൾ എടുക്കുന്ന സമയത്തോ ആണ് ഈ പ്രശ്നങ്ങൾ എനിക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. കാരണം ഇത് കോമൺ ആയിട്ട് നമുക്ക് സിംറ്റംസ് ഒന്നും കാണിക്കാത്ത ഒരു അസുഖമാണ്. ഇതിന് കാര്യമായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും പെട്ടെന്ന് പ്രകടമാവുന്നില്ല എന്നുള്ളതാണ് അതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം. ഇത് ശരിക്കും ഒരു സൈലൻറ്റ് ഡിസീസാണ്. ഇതിനൊരു വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല, അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധയിൽ പെടുന്നുമില്ല. ഇനി ഫാറ്റി ലിവർ വരുന്ന ആൾക്കാർക്ക് എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാവും എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മെയിനായിട്ട് പറയാനുള്ളത്, നമ്മുടെ ലിവർ സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ മുകളിൽ വലത്തെ സൈഡിലാണ്. അപ്പോൾ ആ ഭാഗത്ത് ഒരു വേദനയോ അല്ലെങ്കിൽ ഒരു ഭാരമോ അനുഭവപ്പെടുന്നതാണ് നമുക്ക് പറയാവുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിവറിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇനി നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും വയറിങ്ങനെ ബ്ലോട്ടിങ് അല്ലെങ്കിൽ വയർ ഉന്തിയിരിക്കുക അല്ലെങ്കിൽ ദഹനം നടക്കാൻ പ്രശ്നങ്ങളുണ്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലിവറിൻ്റെ പ്രശ്നം ഉണ്ടാവാനുള്ള ഒരു സാധ്യത അതിൽ കാണാറുണ്ട്. പിന്നെ പറയുന്നത് നമ്മുടെ പിഗ്മെൻറ്റേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തിൻ്റെ പുറകിലോ അല്ലെങ്കിൽ പ്രധാനമായിട്ടും നെറ്റിയുടെ 2 സൈഡിലൊക്കെയാണ് ഈ ലിവറിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർക്ക് സാധാരണയായിട്ട് കറുപ്പ് നിറം അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള പിഗ്മെൻറ്റേഷൻസ് കാണാറുള്ളത്. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ലക്ഷണങ്ങളാണ് പൊതുവിൽ കാണാറുള്ളത്. ഇതും ഫസ്റ്റ് സ്റ്റേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പ്രകടമാവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്. ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർ ഇപ്പോൾ കൊഴുപ്പ് ഉണ്ടെങ്കിൽ, എൻ്റെ ശരീരത്തിൽ കൊഴുപ്പുണ്ട് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര തടിയായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലാണ് എന്ന് വെച്ചാൽ എനിക്ക് കൊഴുപ്പുണ്ടല്ലോ അതായിരിക്കും ഫാറ്റി ലിവറിന് ഒരു കാരണം എന്ന് പല ആൾക്കാരും ചിന്തിക്കാറുണ്ട്. പക്ഷെ മെലിഞ്ഞ ആൾക്കാർക്കും ഫാറ്റി ലിവർ വരും എന്നുള്ളതാണ് വേറൊരു സത്യം. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത്. ഈ കൊഴുപ്പ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഊർജ്ജമായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ മെലിഞ്ഞ ആൾക്കാരാണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിലുള്ള ഈ കൊഴുപ്പ് കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് പല പല സ്ഥലത്തും അടിഞ്ഞുകൂടാനും, പ്രധാനമായിട്ട് വയറിലൊക്കെ അടിഞ്ഞുകൂടാനും ലിവറിൽ അടിഞ്ഞുകൂടാനും അത് ഈ ഫാറ്റിനെ ചുറ്റിയിട്ടുള്ള ഈ കൊഴുപ്പ് കട്ടയായിട്ട് അല്ലെങ്കിൽ കൊഴുപ്പായിട്ട് മാറാനൊക്കെ ഇത് കാരണമാവുന്നുണ്ട്. പിന്നെ പല ആളുകളും ചോദിക്കുന്നത് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചാലാണ് അല്ലെങ്കിൽ എന്താണ് ഞാനിത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ്. അതിൽ നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം ഈ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണ് കുറച്ചും കൂടെ അധികമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഈ ഗ്ലൂക്കോസ് ശരിക്കും നമ്മുടെ ശരീരത്തിൽ ഊർജ്ജമായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് മസിൽസിനും നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് നടത്താനായിട്ട് വേണ്ടിയിട്ടാണ് ഗ്ലൂക്കോസ് മെയിനായിട്ട് നമ്മുടെ ശരീരത്തിൽ വേണ്ടത്. പക്ഷേ ഇത് കറക്റ്റായിട്ട് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിൻ്റെ അളവ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ കാണുകയാണെന്നുണ്ടെങ്കിലോ അത് പല ഭാഗത്തും കൊഴുപ്പായിട്ട് അടിയാനാണ് സാധ്യതയുള്ളത്. അങ്ങനെ ഉണ്ടാവുന്ന ആൾക്കാരിൽ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഈ ഫാറ്റി ലിവർ കോമൺ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ടുള്ള ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ പഞ്ചസാര തന്നെയാണ്. അതിൽ വെളുത്ത പഞ്ചസാര, പൊതുവിൽ ഈ വെളുത്ത ഫുഡ്സ് നമുക്ക് ഈ ഫാറ്റി ലിവറിന് ഒരു പ്രശ്നമായിട്ട് കാണാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ തവിടൊക്കെ കളഞ്ഞിട്ടുള്ള നമ്മൾക്ക് കിട്ടുന്ന ഈ മട്ട അരി പോലുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ കഴിക്കുന്നത്, അതിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഫൈബർ കണ്ടൻറ്റും കുറവായിരിക്കും. അതേപോലെ മൈദ, പിന്നെ വൈറ്റ് ബ്രെഡ്, അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാനും ഈ ലിവറിന് കൂടുതൽ പണി ഉണ്ടാവാനും അതൊരു കാരണമാവുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് നമ്മൾ കഴിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്കുകൾ, അതുപോലെ തന്നെ കേക്ക്, മിഠായി, അതിലൊക്കെയുള്ള
കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മധുരങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന മധുരങ്ങളെക്കാട്ടിൽ കൂടുതൽ ഷുഗർ കണ്ടന്റ് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്ന ഒരു സാധനങ്ങളാണ്. അങ്ങനത്തെ സാധനങ്ങളാകുമ്പോൾ ഈ പഞ്ചസാരയുടെ അളവ് ഇതേപോലെ തന്നെ ഉള്ള ഒരു എഫക്റ്റാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. അതിൽ ഈ സോഡ ആയാലും നമ്മൾക്ക് കിട്ടുന്ന സോഫ്റ്റ് ഡ്രിങ്കുകളായാലും ശരി, നമ്മൾ കഴിക്കുന്ന ബാക്കി നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന എന്ത് മധുരപലഹാരങ്ങളാണെങ്കിലും അതിലൊക്കെ ഇതേപോലത്തെ പഞ്ചസാരയായിട്ടാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ശരീരത്തിന് പ്രശ്നമാവാനായിട്ട് ഒരു കാരണമാവുന്നുണ്ട്. ഇനി അതിൽ മൂന്നാമതായിട്ട് പറയാനുള്ളത്, നമ്മൾ റെഡ് മീറ്റ്, നമ്മുടെ ഈ ബീഫ് അല്ലെങ്കിൽ നല്ല ചിക്കൻ പോലുള്ള ഇറച്ചികൾ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് അതിൽ സാച്ചുറേറ്റഡ് ഫാറ്റാണ് കൂടുതലായിട്ടുള്ളത്. അത് നമുക്ക് ദഹിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ കരൾ പണിയെടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഈ മര്യാദയ്ക്ക് കൊഴുപ്പുകളൊന്നും ഉപയോഗിക്കാതെ കൊഴുപ്പ് അടിഞ്ഞുകൂടാനും അത് ഇതേപോലെ പല പല ഭാഗത്ത് കൊഴുപ്പായിട്ട് മാറാനും ഒരു കാരണമാവാറുണ്ട്. പിന്നെ പറയാനുള്ളത് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളാണ്. ഇതിലൊക്കെ ട്രാൻസ് ഫാറ്റ് ആണ്, എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ചീത്ത കൊഴുപ്പാണ് അടങ്ങിയിട്ടുള്ളത്. അതിൽ ചിപ്സും നമ്മൾ വാങ്ങി കഴിക്കുന്ന ഫ്രൈഡ് ചിക്കനും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇതേപോലെ നമുക്ക് ആവശ്യമില്ലാത്ത കൊഴുപ്പുകളാണ് ഉള്ളത്. പിന്നെ സാധാരണയായിട്ട് പറയാത്ത അല്ലെങ്കിൽ എന്നാൽ ആൾക്കാർ മിസ്സായി പോകുന്ന ഒരു കാര്യമാണ് പഴങ്ങൾ കഴിക്കുക എന്ന് പറയുന്നത്. അതും പ്രത്യേകിച്ച് രാത്രിയിൽ പഴങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഈ പഴങ്ങൾ എന്ന് പറയുന്നത് അത് എല്ലാ പഴങ്ങളും അല്ല, ചില പഴങ്ങളിൽ ഈ ഗ്ലൂക്കോസ് കണ്ടൻറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ ഫോമായിട്ടുള്ള ഒരു ഫ്രക്ടോസ് ആണ് പഴങ്ങളിലുള്ളത്. ഈ ഫ്രക്ടോസ് കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ഫ്രൂട്ട്സ് നിങ്ങൾ എന്നും അല്ലെങ്കിൽ ഡെയിലി രാത്രി കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ രാത്രി നമ്മൾ ഉറങ്ങാൻ പോവുകയാണല്ലോ, അപ്പോൾ ഈ സമയത്ത് കൂടുതൽ നമ്മുടെ ശരീരം ഒന്നും പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഈ ശരീരത്തിലേക്ക് വന്ന ഫ്രക്ടോസ് അതേപോലെ കിടക്കുകയും അത് പിന്നെ കൊഴുപ്പായിട്ട് മാറാനും അത് ഈ പറഞ്ഞ പോലെ ലിവറിന് ചുറ്റും അടിയാനും അല്ലെങ്കിൽ പല പല ഭാഗത്ത് അടിയാനും ഒക്കെ കാരണമാവുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രക്ടോസ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള പഴങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഫസ്റ്റ് പറയാനുള്ളത് മാമ്പഴമാണ്. നല്ല പഴുത്ത മാമ്പഴം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുമ്പോഴേ അറിയാതെ നല്ലൊരു സ്വീറ്റായിട്ടുള്ള ടേസ്റ്റുള്ള ഒരു പഴമാണല്ലോ. ഇതിൽ നമുക്ക് ഒരു മാമ്പഴത്തിൽ തന്നെ ഒരു 35 മുതൽ 40 ഗ്രാം വരെ ഷുഗർ കണ്ടൻറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഷുഗർ നമ്മൾ ഒറ്റയടിക്ക് കഴിക്കുകയാണ്, അത്രയും ഷുഗറിൻ്റെ ആവശ്യം നമുക്കില്ല. അതും ഈ പഴങ്ങൾ രാത്രിയിൽ കഴിക്കുന്ന സമയത്ത് വേറെ ആക്ടിവിറ്റീസ് ഒന്നും നടക്കുന്നില്ല, നമ്മൾ ഊർജ്ജത്തിന് വേണ്ടി ഒന്നും ഉപയോഗിക്കുന്നില്ല. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇതിങ്ങനെ ശരീരത്തിൽ തന്നെ അടിഞ്ഞുകൂടാനായിട്ട് കാരണമാകും. രണ്ടാമത് പറയാനുള്ളത്, ഇനിയിപ്പോൾ വേനൽക്കാലം വരെയാണ്, ഇനി ചക്കയുടെ സീസൺ വരെയാണ്. നല്ല മധുരമുള്ള ചക്കയാണെന്നുണ്ടെങ്കിൽ അതൊരു ലിമിറ്റിന് അധികമായിട്ട് കഴിക്കരുത്. അതിലും ഇതേപോലെ നല്ല ഷുഗറുള്ള ഒരു പഴമാണല്ലോ, അതിലും ഇതേപോലെ ഫ്രക്ടോസ് കണ്ടൻറ്റ് കൂടുതലാണ്. അത് രാത്രിയൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് കണ്ടൻറ്റ് കൂടാനും അത് കൊഴുപ്പായിട്ട് അടിയാനും ഒരു കാരണമാവും. ഇനി മൂന്നാമത് പറയാനുള്ളത് വാഴപ്പഴമാണ്. അതും നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും കഴിക്കുന്നതാണ്. അതിലും ഇതേപോലെ തന്നെ ഗ്ലൂക്കോസ് കണ്ടൻറ്റ് കൂടുതലാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. നാലാമതായിട്ട് പറയാനുള്ളത് മുന്തിരിയാണ്. മുന്തിരി വളരെ ചെറിയൊരു ഫ്രൂട്ടാണെന്നുണ്ടെങ്കിലും അത് ഒരു കപ്പ് മുന്തിരിയിൽ നമുക്ക് ഏകദേശം ഒരു 20-25 ഗ്രാം ഫ്രക്ടോസ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾക്ക് ഒഴിവാക്കാൻ കഴിയുന്നത് പറഞ്ഞാൽ ഈന്തപ്പഴമാണ്. രാത്രിയൊക്കെ ഈന്തപ്പഴം കഴിക്കുന്ന ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ സ്ഥിരമായിട്ട് നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഡ്രൈ ആയിട്ടുള്ള ഫോമിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും അതിലും ഇതേപോലെ തന്നെ ഗ്ലൂക്കോസ് കണ്ടൻറ്റ് കൂടുതലാണ്. അതും ഒരു പ്രശ്നമാവാനായിട്ട് കാരണമാവുന്നുണ്ട്. ഇനി അടുത്ത പഴം എന്ന് പറയുകയാണെങ്കിൽ കൈതച്ചക്കയാണ്. നമ്മുടെ ചക്കയുടെയൊക്കെ അതേപോലെ തന്നെ കൈതച്ചക്കയിലും നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു പഴമാണ്. അത് നിങ്ങൾക്ക് അധികമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇനി നിങ്ങൾക്ക് ഏതൊക്കെ പഴങ്ങൾ കഴിക്കാമെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ കഴിക്കാം, അത് തൊലിയോടെ കഴിക്കുകയാണ് നല്ലത്. പേരയ്ക്കും അതേപോലെ തന്നെ വല്ലാതെ പഴുക്കാത്ത പേരയ്ക്ക് നിങ്ങൾക്ക് തൊലിയോടെ കഴിക്കാം. ബാക്കി ഇപ്പം ഞാൻ പറഞ്ഞതല്ലാത്ത ഫ്രൂട്ട്സൊക്കെ നിങ്ങൾക്ക് അമിതമായിട്ടുള്ള അളവിലല്ലാണ്ട് ലിമിറ്റഡ് ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. ഇനി ഈ പഴങ്ങൾ കഴിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പേയും അതേപോലെ രാവിലെ എണീറ്റ് വെറും വയറ്റിലും കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് ഇതിൻ്റെ എഫക്റ്റ് കൂടുതലായിട്ട് കാണുന്നത്. നിങ്ങളിത് പഴങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കുള്ള എന്ന് വെച്ചാൽ രാവിലത്തെ ഭക്ഷണത്തിനും ഉച്ചത്തെ ഭക്ഷണത്തിനും ഇടയിലുള്ള ഒരു ലഘുവായിട്ടുള്ള ഒരു മീലായിട്ട് നിങ്ങൾക്ക് ഈ ഫ്രൂട്ട്സൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. ഈ പഴങ്ങൾ നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ചാറാക്കിയിട്ട് അല്ലെങ്കിൽ ജ്യൂസാക്കിയിട്ട് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് കട്ട് ചെയ്തിട്ട് തന്നെ കഴിക്കാനായിട്ട് നോക്കുക. കാരണം നിങ്ങളിത് ജ്യൂസായിട്ട് കഴിക്കുന്ന സമയത്ത് അതിൽ ഓൾറെഡി ഷുഗർ കണ്ടൻറ്റ് കൂടും. അതല്ലാണ്ട് നമ്മളിത് ജ്യൂസ് ആക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വേണ്ടതിലും കൂടുതൽ അളവിലാണ്
പഞ്ചസാര ഉള്ളിലെത്തുന്നത്. ഇനി നമ്മൾ അതിലുള്ള ധാതുക്കളോ അല്ലെങ്കിൽ അതിലുള്ള ഒരു ഫൈബറും നമുക്ക് അതുവഴി കിട്ടുകയും ചെയ്യില്ല. ഇനി വേറൊരു കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ചായയും കാപ്പിയും ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കരളിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. നമുക്ക് കാപ്പി, നമ്മുടെ ഇപ്പോൾ പുതിയ പഠനങ്ങൾ അനുസരിച്ചിട്ട് കാപ്പി നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, നിങ്ങൾക്കത് ഭക്ഷണത്തിൽ എടുക്കാവുന്നതാണ്. പക്ഷെ പഞ്ചസാര ഇടാതെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ ഓൾറെഡി മഞ്ഞപ്പിത്തം വന്നിട്ടുള്ള ഒരാൾക്ക് ഫാറ്റി ലിവർ വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ സാധാരണയായിട്ട് വരാറുണ്ട്. നിങ്ങൾ മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആ സമയത്ത് നല്ല വിശ്രമവും പിന്നെ നിങ്ങളുടെ ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്ന ഭക്ഷണ രീതികളും കാര്യങ്ങളും ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കരളിനെ ഒന്നും കൂടെ നിങ്ങൾക്ക് നന്നാക്കി എടുക്കാൻ കഴിയും. ഇനി കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഫുഡ്സ് ആഡ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇലക്കറികളാണ് മെയിനായിട്ടുള്ളത്. അതിൽ മുരിങ്ങ, ചീര എന്നുള്ളതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്നതാണ്. അതൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പ്രോട്ടീൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ, എന്ന് വെച്ചാൽ ചോറ് കുറവായിട്ടും കൂടുതൽ നമുക്ക് പച്ചക്കറികളും അതേപോലെ പയറുവർഗ്ഗങ്ങളും കാര്യങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ കൊഴുപ്പൊക്കെ നമ്മുടെ ശരീരം യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വ്യായാമങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 30 മിനിറ്റെങ്കിലും നടക്കാനായിട്ട് ശ്രമിക്കാം. അതേപോലെ തന്നെ രാത്രിയിലുള്ള ഭക്ഷണം 8 മണിക്ക് മുമ്പെങ്കിലും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ നമ്മൾ കഴിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു സമയം കിട്ടുള്ളൂ. അതേപോലെ കറക്റ്റായിട്ടുള്ള ഉറക്കം കിട്ടുന്നുണ്ടോ എന്നുള്ളത് കൂടെ നോക്കുക. നിങ്ങൾക്ക് ഈ കരളിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉറക്കത്തെയും ബാധിക്കാനും ക്ഷീണവും കാര്യങ്ങളൊക്കെ വരാനായിട്ടും ഒരു കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ എന്തെങ്കിലും ടെസ്റ്റുകൾ കാര്യങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേഡ് 1ഉം 2 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണ രീതികളും വ്യായാമവും കൊണ്ട് തന്നെ അത് റിവേഴ്സ് ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങളത് ട്രീറ്റ് ചെയ്യാതെ വിടുകയാണെന്നുണ്ടെങ്കിൽ അത് അടുത്ത ഗ്രേഡിലേക്കും പിന്നീട് സിറോസിസ് പോലുള്ള പ്രശ്നങ്ങളിലേക്കും കാരണമാകും. ഈ മദ്യപാനവും പുകവലിയും ഉള്ള ആൾക്കാർക്ക് മാത്രമല്ല സിറോസിസ് വരിക എന്നുള്ളതാണ്. ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ആൽക്കഹോളിക് ആയിട്ടും വരും, നോൺ ആൽക്കഹോളിക് ആയിട്ടും വരും. ആൽക്കഹോളിക്കിനെക്കാട്ടിലും ഇപ്പോൾ കോമൺ ആയിട്ടുള്ളത് നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഫാറ്റി ലിവറാണ്. എന്ന് വെച്ചാൽ അതിന് ഇപ്പോഴത്തെ ഈ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് കാരണമായിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നോക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ അധികം ആൾക്കാർക്കും പറയുന്ന ഒരു കാര്യമാണ് ഈ ഫാറ്റി ലിവർ എന്നുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും അറിയാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം.